ഹായ് ഗായ്സ്, ഇന്ന് രാവിലെ ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയോ എണീറ്റ് കുറച്ച് നേരം ഇങ്ങനെ അമ്മയുടെ കൂടെ ഒളിച്ച് കളിച്ച് പിന്നെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ശിവച്ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ശിവച്ചേച്ചിയോട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പിന്നെ അമ്മയുടെ പൂക്കളം കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഞാനിങ്ങനെ തുള്ളി ചാടി. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ട് ഞാൻ സുന്ദരിയായി. പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കളിച്ചു. പിന്നെ ഈ ചീപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഓരോ ഭാവി ചിന്തകളൊക്കെ ഇങ്ങനെ വരിക. കുറച്ച് വലുതായിട്ട് കുറേ മുടിയൊക്കെ ആകുമ്പോൾ ഈ ചീപ്പൊക്കെ വെച്ച് ഞാനിങ്ങനെ മുടി കെട്ടുന്നതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആകെ സന്തോഷം വരിക. അത് കഴിഞ്ഞ് ഓരോന്നൊക്കെ ചിന്തിച്ച് പിടിച്ച് ഞാനങ്ങനെ കിടക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, അയ്യോ ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് തള്ളിപ്പിടിച്ച് എങ്ങനെയോ ഞാനൊന്ന് എണീറ്റിരുന്നപ്പോൾ എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ച് അമ്മയുടെ കൂടെ ഇങ്ങനെ കളിക്കുമായിരുന്നു. പിന്നെ അമ്മ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് ആകെ ചിരി വന്ന് ചിരിച്ച് ഞാനൊരു വഴിയായി ഗായ്സ്. അത് കഴിഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ എൻ്റെ കൈ ശ്രദ്ധിച്ചത്. 1 2 3 4 5, അയ്യോ 5 വിരലുണ്ടോ എനിക്ക്. വളരെ വേഗിയാണെങ്കിലും ഞാൻ ആ സത്യം മനസ്സിലാക്കി ഗായ്സ്. പിന്നെ എങ്ങനെയെങ്കിലും ഈ AC ഒന്ന് ഓണാക്കാൻ വേണ്ടി ഈ ഒരു ബട്ടൺ അമർത്താനുള്ള ഒരു കഷ്ടപ്പാട്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിയ വണ്ടിയിൽ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ അമ്മ വന്ന് എനിക്ക് ഫുഡ് തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡോറയുടെ കൂടെ കളിച്ചു. ഡോറേനെ ഞാൻ ഉറക്കുകയാണ് ഗൈസ്. ഡോറേനെ ഞാൻ ഉറക്കി, ഡോറയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് വാവാവോ ഉറക്കി. ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഉറക്കാൻ നോക്കിയിട്ടും ഡോറയ്ക്കൊരു തരി പോലും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ഡോറേനെ ഞാൻ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി, ഡോറയുടെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ നോക്കി, അവളെ ഞാൻ പിടിച്ച് എയർ കയറ്റി ഗൈസ്. ഉച്ചയ്ക്കോ അവൾ ഉറങ്ങിയില്ല. രാത്രി അവൾ ഉറങ്ങുമോയെന്നറിയാൻ അവളെ കഷ്ടപ്പെട്ട് പിടിച്ചിരുത്തി ഞാൻ ഉറക്കാൻ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഉറങ്ങി ഗൈസ്.